Hello everyone, welcome to Workis English Learning. ഈ വീഡിയോയിൽ പെർഫെക്റ്റ് ടെൻസസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ആദ്യത്തെ 6 ടെൻസസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് പെർഫെക്റ്റ് ടെൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 എണ്ണമാണ് ഉള്ളത്: പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ആദ്യത്തെ വീഡിയോസിൽ ചെയ്ത പോലെ തന്നെ ഇതിനും ഒരു സ്ട്രക്ചർ ഉണ്ട്. സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരു സ്ട്രക്ചർ ഉണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അതിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? ഹാവും ഹാസും ആണ് അല്ലേ? ഇവിടെ എന്താണ്? പ്രസന്റിന്റെ ഹാവും ഹാസും യൂസ് ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ അവിടെ V3 ആണ് ഉപയോഗിക്കേണ്ടത്. V3 അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഈ V3 ആണ് ഈ 3ലും വരാൻ പോണത്. കണ്ടോ, ഇവിടെ വന്നിട്ടുണ്ട്, ഇതിലും ഉണ്ട്, ഇതിലും ഉണ്ട്. ഓക്കെ, നോക്കാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം. നമ്മൾ ഒരു കാര്യം ചെയ്തു, ഓക്കെ, ആ കാര്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ കാര്യത്തിന്റെ ഇഫക്റ്റ് ഇപ്പോഴും ഉണ്ട്. അങ്ങനെയാണെങ്കിലാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താണ്. ഐ ഹാവ് ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ്. അതായത് ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് പറയാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന്. അപ്പൊ നമ്മൾ ചിലപ്പോ മാത്രം പറയില്ലേ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ, എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയും അല്ലേ? അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, പക്ഷേ ആ ഒരു കാര്യത്തിന്റെ ഇഫക്റ്റ് ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ള ഒരു കേസിലാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. അപ്പൊ എങ്ങനെയാ പറയേണ്ടത്? ഐ ഹാവ് ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അതായത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്, ചെയ്ത് കഴിഞ്ഞൊരു കാര്യം തന്നെയാണ്, പക്ഷേ ആ കാര്യത്തിന്റെ ഇഫക്റ്റ് ഇപ്പോഴും ഈ ഒരു കറന്റ് ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിലും ഉണ്ട്. അത് കാണിക്കാനാണ് ഈ പറയുന്ന പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കേണ്ടത്. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ നോക്കാം, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇവിടെ എന്താണ്? പാസ്റ്റ് ടെൻസിലേക്ക് ആക്കാനായിട്ട് ഹാവിനെയും ഹാസിനെയും എന്താക്കണം എന്നാണ് നമ്മൾ പഠിച്ചത്? ഹാഡ്. ഇവിടെ അതാണ് ആദ്യം വന്നേക്കുന്നത്, ഹാഡ് പ്ലസ് ഇതിൽ പറഞ്ഞ പോലെ തന്നെ V3. ഓക്കെ, ഹാഡ് പ്ലസ് V3. എക്സാമ്പിൾ നോക്കാം. ഐ ഹാഡ് ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ് ബിഫോർ ഐ വെന്റ് ടു സ്കൂൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 കാര്യങ്ങൾ പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. അതായത് ഞാൻ സ്കൂളിൽ പോകുന്നേക്കാൾ മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ പാസ്റ്റിൽ നടന്നിട്ടുണ്ട്. എന്താണ്? ഒന്ന്, സ്കൂളിൽ പോയിട്ടുണ്ട്, അത് പാസ്റ്റിൽ സംഭവിച്ചു. ഓക്കെ, അതാണ് ഇവിടെ ഐ വെന്റ് ടു. കണ്ടോ, സ്കൂളിൽ പോയി എന്നാണ് അതിന്റെ മീനിങ്. അതിനു മുമ്പ് ഒരു കാര്യം ചെയ്തു, എന്താണ്? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പൊ 2 കാര്യങ്ങൾ പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ട്. അത് പറയാനായിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കേണ്ടത്. അതായത് ഞാൻ ഒരു കാര്യം ചെയ്തു. അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, വേറെ പറയാം. ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടാണ് TV കാണുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ TV കാണുന്നതല്ല, TV കണ്ടത് എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ പാരന്റ്സ് ചോദിക്കില്ലേ, നീ TV എന്തിനാ കാണണേ? അപ്പൊ നമ്മൾ പറയും, ഞാൻ ഹോംവർക്ക് ചെയ്തല്ലേ, ഞാൻ പഠിച്ചു, അത് കഴിഞ്ഞിട്ടാ TV കാണുന്നത്. കണ്ടോ, അപ്പൊ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? 2 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അത് പറയാനാണ്, അതായത് ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്തത് വേറൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പാണ് എന്ന് കാണിക്കാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ്, ഓക്കെ, ഹാഡ് പ്ലസ് V3. ഈറ്റ് എന്നുള്ള വാക്കിന്റെ V3 ആണ് ഈറ്റൻ അല്ലെ? V3 പ്ലസ് ബാക്കി ഒബ്ജക്റ്റ് കാര്യങ്ങൾ അവിടെ എഴുതണം. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇനി അടുത്തത് നോക്കാം, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഇവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്? ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിൽ ഉപയോഗിക്കണമെന്ന്. ഇവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ വിൽ ഹാവ് പ്ലസ് V3. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. പെർഫെക്റ്റ് എന്നുള്ള ഒരു വാക്ക് വരികയാണെങ്കിൽ ഓർത്തോ, അവിടെ ഹാസോ ഹാവോ ഹാഡോ എന്തായാലും വന്നിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് വിൽ ഹാവ് പ്ലസ് V3. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഫ്യൂച്ചറിലെ ഒരു പെർട്ടിക്കുലർ പോയിന്റിന് മുമ്പേ കാര്യങ്ങൾ ചെയ്ത് തീർത്തിരിക്കും. അതായത് ഇപ്പോൾ സ്കൂളിൽ തന്നെ എക്സാമ്പിൾ നോക്കാം. സ്കൂളിൽ ടീച്ചർ പറയാണ്, നിന്റെ അസൈൻമെന്റ് എന്നാ സബ്മിറ്റ് ചെയ്യാൻ നമ്മളോട് ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് പറയും? ടീച്ചർ നാളെ ഈ സമയത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്തിരിക്കും എന്നൊക്കെ നമ്മൾ പറയില്ലേ? യെസ്, അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഫ്യൂച്ചറിലെ ഒരു പെർട്ടിക്കുലർ പോയിന്റിന് മുമ്പേ ഞാൻ കാര്യം ചെയ്ത് തീർത്തിരിക്കും. അങ്ങനത്തെ കേസിലാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ വിൽ ഹാവ് പ്ലസ് V3 ആണ്. നോക്കാം, വേറെ എക്സാമ്പിൾ, ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ
പ്രൊജക്ട് ബൈ ടുമോറോ. ഫ്യൂച്ചറിലെ ഒരു പെർട്ടിക്കുലർ പോയിന്റിന് മുമ്പ് ഒരു പ്രവൃത്തി ഞാൻ ചെയ്ത് തീർത്തിരിക്കും എന്നുള്ള ഒരു ഐഡിയ കൺവേ ചെയ്യാനായിട്ടാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. നോക്കാം, ഐ വിൽ ഹാവ്. ഓക്കെ, വിൽ ഹാവ് എന്നുള്ളത് ഇവിടെ വന്നു. പ്ലസ് V3, ഫിനിഷ്ഡ് ആണ് V3. മൈ പ്രൊജക്ട് ബൈ ടുമോറോ. ടുമോറോ ആണ് ഇവിടുത്തെ ഫ്യൂച്ചർ പോയിന്റ്. ആ ഒരു പോയിന്റിന് മുമ്പേ ഞാൻ ചെയ്ത് തീർത്തിരിക്കുമെന്ന് പറയാനായിട്ടാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.